ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ്. അതായത് തൃശ്ശൂർ മണ്ണുത്തി ആ സെൻറ്ററിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ദൂരവും. വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ 2 സൈഡും വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ്. നല്ല വീതി കൂടിയ ടാറിംഗ് റോഡാണ്. മെയിൻ വഴിയിൽ നിന്ന് കാണാം, അത്ര അടുത്ത് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ നല്ല വീതി കൂടിയ ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ ഒരു വിക്കറ്റ് ഗേറ്റും ഒരു സൈഡ് തുറക്കാവുന്ന തരത്തിലുള്ള ഒരു ഗേറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ നമുക്ക് 4 കാറോളം വലിയ വീതി കൂടിയ 4 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ മുൻവശത്ത് ആയിട്ട് തന്നെ ഉണ്ട്. നല്ല വീതി കൂടിയ കാറുകൾ നമുക്കൊരു 4ഓളം കാറ് ഇവിടെ വീടിൻ്റെ മുൻവശത്തായിട്ട് പാർക്ക് ചെയ്യാം. നല്ലൊരു വെറൈറ്റി എലിവേഷനോട് കൂടിയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം നല്ല ടച്ച് വർക്കുകളും ധാരാളം വാം ലൈറ്റുകളും കളർ പെയിൻറ്റിങ്ങും നല്ല മനോഹരത കൂട്ടുന്ന ഒരു നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്, നല്ല വീതി കൂടിയ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡബിൾ ഡോറ് തേക്ക് വുഡിലാണ് ഫ്രണ്ട് ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്നൊരു ലിവിംഗ് ഹാളാണിത്. വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെ അപ്പോക്സ് റോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മൾട്ടിവുഡിൽ നല്ലൊരു അടിപൊളി TV യൂണിറ്റും. ലിവിംഗ് ഹാളിൽ നല്ല മനോഹരത കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല രസമുള്ള കളർ പെയിൻറ്റിങ്ങും അതുപോലെ ചെറുവക LED ബൾബുകളും നല്ല രസത്തിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ TV യൂണിറ്റോട് ചേർന്ന് തന്നെ ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കിടക്കാനുള്ള ഒരു ആർച്ചോട് കൂടി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കിടക്കുന്നു. ഇവിടെയും അതേ മാച്ചിങ്ങിൽ വീതി കൂടിയ ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അപ്പോക്സ് കൂടി തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ്. ഒരു ക്രോക്കറി യൂണിറ്റ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല ഇൻറ്റീരിയർ വർക്ക്, നല്ല രസത്തിലുള്ള വർക്കുകളാണ്. ഹോൾ സീലിംഗ് വർക്കുകൾ നല്ല വാംലൈറ്റോട് കൂടി തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം ഹാങ്ങിങ് ബൾബും. ഡൈനിങ് ഹാളിൽ നല്ല മനോഹരത കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആറ് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഡൈനിങ് ഹാളിൽ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും കാണാം ഹാങ്ങിങ് ബൾബും നല്ല മനോഹരത രീതിയിലുള്ള മൾട്ടിവുഡിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം. ഒരു 10-12 സൈസ് ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിരിക്കുന്നത്. അതും വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് വിൻഡോസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് നല്ല വെറൈറ്റി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിങ്ങിനും ഡൈനിങ്ങിനും ബെഡ്റൂമിലും ഒക്കെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം നല്ലൊരു അലമാരി വർക്ക്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ സെപ്പറേറ്റ് എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും തുടങ്ങുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം തന്നെയാണ്, നല്ല വീതി കൂടിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ടെസ്റ്റ് യൂണിറ്റോട് കൂടിയ അലമാരി വർക്ക്, ഒരു വുഡ് ഡിസൈനും ഒരു ബ്ലാക്ക് ഡിസൈനും കൂടിയിട്ടുള്ള ഒരു അലമാരി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല മനോഹരമായ രീതി തന്നെയാണ് ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് LED ബൾബുകൾ കൂടി കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം. 3 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമിൽ സെപ്പറേറ്റ് ഹീറ്ററിനുള്ള പോയിന്റ്, അതുപോലെ സോളാറിനുള്ള പൈപ്പ് കണക്ഷനൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കണക്ട് ചെയ്യുക കണ്ടു.
താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 1 ബെഡ്റൂമും, അങ്ങനെ 3 ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ തന്നെ ഒരു ഗ്ലാസ് ഡോറോട് കൂടി നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കും. കിച്ചണിലൊരു ഗ്രിപ്പുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രസത്തിലാണ്, നല്ലൊരു ചെറിയൊരു ഗ്രിപ്പോട് കൂടിയുള്ള ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേ മാച്ച് ചെയ്ത് നല്ല രസത്തിലുള്ള കബോർഡ് വർക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹോബും ചിമ്മിനിയും എല്ലാം ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലും റാക്കുകൾ വയ്ക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വീതി കൂടിയ ഒരു ഗ്രാനൈറ്റാണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് അതേ ടൈല് തന്നെയാണ് ഇവിടെ വർക്ക് ഏരിയയിലും ഉപയോഗിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് മുഖമായിട്ട് ഒരു പുകയില്ലാത്ത അടുപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാഷ് ഏരിയ പുറത്തേക്ക് പ്രൊജക്ഷനായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഒരു വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി 4 ബാത്റൂമാണ് ഇവിടെ ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. വർക്ക് ചെയ്യുന്ന ബാക്കിലേക്ക് കിടക്കുന്ന സ്ഥലമാണത്. നല്ല സ്പേസ് ഫ്രണ്ടിലത്തെ ഉള്ള പോലെ തന്നെ ബാക്കിലും അത്യാവശ്യം നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും തൈകൾ വെക്കുന്നതിന് മാവോ പ്ലാവോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വെക്കുന്നില്ല, നല്ലൊരു സ്പേസ് ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. 6 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 6 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം ബാക്കിൽ ഫ്രണ്ടിലുള്ള പോലെ തന്നെ ബാക്കിലും നല്ലൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. കിച്ചണിൽ നിന്ന് ഗ്യാസ് വെക്കാനുള്ള സിലിണ്ടർ വെക്കാനുള്ള ഒരു ഗ്രില്ല് ബാക്കിലേക്ക് പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് കണക്ട് ചെയ്യുന്നത്. ബാക്കി ഭാഗങ്ങളൊക്കെ ബേബി മെറ്റിലൊക്കെ വിരിച്ച് നമുക്ക് ഭംഗിയാക്കി തരും. ചെടികളൊക്കെ വെക്കണമെങ്കിൽ നമുക്കത് മാറ്റിയാൽ മതി. വെള്ളത്തിന് ഒരു ക്ഷാമമില്ലാത്തൊരു ഏരിയയാണ്. അതുപോലെ പ്രളയത്തിൽ വെള്ളം കയറാത്ത ഒരു ഭാഗമാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ. നമുക്ക് കാണാം, മുക്കിയെടുക്കാം. അത്രയധികം വെള്ളമുള്ള ഒരു ഏരിയ തന്നെയാണ്. വേനൽക്കാലത്ത് ഇതേ രീതിയിൽ തന്നെ ഇവിടെ ധാരാളം വെള്ളം ഉണ്ടോ. അടുത്തൊക്കെ നല്ലോണം ധാരാളം വീടുകളുള്ള ഒരു ഏരിയയാണിത്. ബസ് റൂട്ടിൽ നിന്ന് വേറെ നമുക്കൊരു 400 മീറ്റർ, ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് ഒരു 400 മീറ്ററാണ് ദൂരമായിട്ടുള്ളത്. 6 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില ഒരു 58 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ തന്നെ നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 8 കിലോമീറ്റർ ദൂരമാണ്. അതുപോലെ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് നമുക്ക് 2.5 കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കായിട്ട് വരുന്നത്. പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. പടിഞ്ഞാട്ടാണ് ദർശനം. നല്ല രീതിയിൽ ഫ്രണ്ടും ബാക്കും 6 സെന്റ് സ്ഥലമാണ്. ഒരു 58 ലക്ഷം രൂപയാണ് ഉടമ ഉദ്ദേശിക്കുന്ന വില നല്ല രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ. മുകളിൽ വശത്തെ ഹാളാണ് കേട്ടോ. ഒരു അത്യാവശ്യം സ്പേസോടുള്ള ഒരു ഹാളാണ്. ഒരു എൽ ഷേപ്പ് ഹാള്. നമുക്ക് കാണാം, ഈ കയറി വരുന്നതുകൊണ്ട് തന്നെ ഒരു ആർച്ച് മാറി നമ്മൾ വലിയ ഹാളിലേക്ക് കിടക്കുന്നു. മുകളിൽ വീതി കൂട്ടിയിട്ടായി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് വിൻഡോസും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നല്ല മനോഹരമായ രീതിയിൽ ഒരു ബ്ലൂ ഷെയ്ഡ് പെയിൻറ്റോട് കൂടിയിട്ടാണ് ഇവിടെ ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത്. അതും LED ബൾബോട് കൂടിയിട്ട്. ഒരു TV യൂണിറ്റുള്ള പോയിന്റ് ഇവിടെ മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ ബെഡ്റൂം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെയും നല്ല രീതിയിൽ തന്നെയാണ് ഒരു വെറൈറ്റി കളർ പെയിൻറ്റിങ്ങോട് കൂടിയാണ്, അതും LED ബൾബോട് കൂടി തന്നെയാണ് ഇവിടെയും ഈ വർക്കുകളെല്ലാം ഹോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു അടിപൊളി അലമാരി വർക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയാണ്, സൈഡിൽ ഒരു മിററോട് കൂടിയിട്ടാണ് എല്ലാ ബെഡ്റൂമിലും അലമാരി വർക്കും ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം. നാല് ബാത്റൂമാണ് മൊത്തത്തിലുള്ളത്. 3 ബെഡ്റൂമിലും അതുപോലെ കോമൺ ആയിട്ട് എല്ലാം വെറൈറ്റി ഡിസൈനാണ്. എല്ലാം സെപ്പറേറ്റ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ ബാത്റൂമിനും
ഹീറ്ററിനുള്ള പോയിന്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. പുതിയ ആധുനിക രീതിയിലുള്ള എല്ലാ സെറ്റിങ്സുകളും ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. പുറത്തേക്ക് കിടക്കുന്നു, ഓപ്പൺ ടെറസ് സിറ്റ് ഔട്ടിലേക്ക് കിടക്കുന്നു. ബാൽക്കണിയാണ്, നല്ലൊരു വീതി കൂടിയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം സ്കൂൾ വണ്ടികളാണ് പോകുന്നത്. ഭാരതീയ വിദ്യാഭ്യാസ സ്കൂളിൻ്റെ സ്കൂൾ വണ്ടിയാണ് അങ്ങോട്ട് പോയത്. അവിടെ എല്ലാ സ്കൂളുകളിലും വണ്ടികളും നമുക്ക് ഈ മുൻവശത്ത് കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി LED ബൾബുകളൊക്കെ കൂടിയിട്ട് നല്ലൊരു രസത്തിലുള്ളതാണ് ഇവിടെ ഈ എലിവേഷൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം നല്ലൊരു സ്പേസോട് കൂടിയിട്ട് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. വീതി കൂടിയ 4ഓളം വണ്ടികൾ നമുക്ക് ഇവിടെ ഉൾവശത്തായിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പ്രളയകാലത്തൊന്നും വെള്ളം കയറാത്ത ഒരു ഏരിയയാണിത്. ഇപ്പോൾ പോയ പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത ഒരു ഏരിയയാണിത്. അടുത്തൊക്കെ നല്ല നല്ല സാർമാർ താമസിക്കുന്ന, നല്ല ജോലിക്കാർ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണിത്. TV യൂണിറ്റ് കാണാൻ നമുക്ക് ഈ ഹാളിലായിട്ട് പോയിന്റ് എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ വശത്തായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാളിൽ നിന്നാണ് നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് കിടക്കുന്ന ഭാഗമാണ്. ഇവിടെ ഒന്നും പെയിന്റ് ചെയ്തിട്ടില്ല, മഴ നിൽക്കുന്ന കാരണം അതൊക്കെ ചെയ്ത് ഭംഗിയാക്കി തരുന്നതാണ്. വർക്ക് ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അഡീഷണലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും ടോപ്പിലേക്ക് കയറുന്നതിന് സ്റ്റയർ ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീനുള്ള പോയിന്റ് സ്റ്റയറിൻ്റെ അടിഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നല്ല ഉളം വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ്. 6 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഈ വീടിന് 58 ലക്ഷം രൂപയാണ് ഉടമ ഉദ്ദേശിക്കുന്ന വില. വില നല്ല രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നേ ഉള്ളൂ. മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറും 400, മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് നമുക്ക് 2.5 കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്ക് ആയിട്ട് വരുന്നത്. ബസ് റൂട്ടിൽ നിന്ന് ഒരു 400 മീറ്റർ അത്ര അടുത്താണ്. പടിഞ്ഞാട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കൂളുകളായാലും മാളുകളായാലും ഷോപ്പിങ്ങിനോട് പോകാനുള്ള കടകളായാലും ഓട്ടോ സ്റ്റാൻഡ് ആയാലും എല്ലാം ഇവിടെ അടുത്ത് തന്നെ ഒരു 300 മീറ്റർ ദൂരത്തിൽ തന്നെ ആയിട്ടുണ്ട്. വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായി ബന്ധപ്പെടുക. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.